യെശയ്യാവ് അധ്യായം 38. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ ഭരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരു അടയാളമാകും. ആഹാസിൻ്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. ഇങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. യഹൂദാ രാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത്, എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു. എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല. ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയക്കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എൻ്റെ ജീവനെ ചുരുട്ടി വയ്ക്കുന്നു. അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തു കളയുന്നു. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്ത്യം വരുത്തുന്നു. ഉഷസ് വരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു. അവനോ സിംഹം പോലെ എൻ്റെ അസ്ഥികളെയെല്ലാം തകർത്തു കളയുന്നു. ഒരു രാപ്പകൽ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ പ്രാവു പോലെ കുറുകി എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്ക് ഇടനിൽക്കണമേ. ഞാൻ എന്തു പറയേണ്ടു? അവൻ എന്നോട് അരുളി ചെയ്തു, അവൻ തന്നെ നിവർത്തിച്ചും ഇരിക്കുന്നു. എൻ്റെ മനോവ്യസനം ഹേതുവായി ഞാൻ എൻ്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും. കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു, എൻ്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ജീവനെ രക്ഷിക്കും. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല. കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും. അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്നു പരുവിന്മേൽ പുരട്ടുവാൻ യെശയ്യാവ് പറഞ്ഞിരുന്നു. ഞാൻ യഹോവയുടെ ആലയത്തിൽ കയറി ചെല്ലും എന്നതിന് അടയാളം എന്ത് എന്ന് ഹിസ്കിയാവ് ചോദിച്ചിരുന്നു. അധ്യായം 39. ആ കാലത്ത് ബലദാന്റെ മകനായ മെരോദക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ചു. തൻ്റെ ഭണ്ഡാരഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാല ഒക്കെയും തൻ്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തൻ്റെ രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിൽ പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലാതിരുന്നു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ഒരു ദൂരദേശത്ത് നിന്ന് ബാബേലിൽ നിന്ന് തന്നെ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, എൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു. എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ
ഷണ്ഡന്മാരായിരിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതിന് ഹിസ്കീയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു.